CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതിയ രണ്ട് നേതാക്കൾ, ഒന്ന് പി ജയരാജനും മറ്റൊന്ന് MB രാജേഷുമായിരുന്നു. 72 വയസ്സുള്ള പി ജയരാജന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇനിയൊരു അവസരമില്ല. മന്ത്രിയായിട്ടും MB രാജേഷിനെ തഴഞ്ഞെന്ന ചർച്ചകൾ CPM-ൽ സജീവമാണ്. AK ബാലൻ ഒഴിവായപ്പോൾ പാലക്കാട് നിന്നും MB രാജേഷിന് അവസരം ലഭിക്കുമെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. സ്പീക്കർ സ്ഥാനത്തിരിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ MB രാജേഷിനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത്. എന്നാൽ ഇത്തവണയും രാജേഷിനെ തഴഞ്ഞു. MB രാജേഷിനേക്കാളും ജൂനിയറായ PA മുഹമ്മദ് റിയാസും M സ്വരാജും PK ബിജുവും സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്. MB രാജേഷ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. എന്നാൽ സംസ്ഥാന നേതൃത്വം വഴി തടയുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമോ എന്നായിരുന്നു സംസ്ഥാന സമ്മേളനം ആരംഭിച്ചതു മുതലുള്ള ചോദ്യം. എന്നാൽ 72 പിന്നിടുന്ന പി ജയരാജന് ഇത്തവണയും സെക്രട്ടേറിയറ്റിൽ എത്താനായില്ല. സംഘടനാ പാർലമെന്ററി രംഗത്ത് പി ജയരാജന് കിട്ടേണ്ട അവസരങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചു എന്ന വിമർശനം കണ്ണൂരിലെ പി ജയരാജൻ അനുകൂലികൾക്കുണ്ട്. ഒളിയമ്പുമായി ജയരാജന്റെ മകൻ ജയിൻരാജ് തന്നെ രംഗത്തെത്തുകയും ചെയ്തു. കണ്ണൂർ CPIM-നെ പിടിച്ചുകുലുക്കിയ സമകാലിക സംഭവങ്ങളിലെല്ലാം പി ജയരാജൻ ഒരു വശത്തുണ്ടായിരുന്നു എന്നതാകാം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള വഴിയടയാൻ കാരണമായത്. MB രാജേഷ് ചെറുപ്പമാണ്, ഇനിയും അവസരങ്ങളുണ്ടാകും. പക്ഷേ പ്രായപരിധി എന്ന കടമ്പയിലേക്കടുക്കുന്ന പി ജയരാജന് മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യം ബാക്കി. റിസർച്ച് ഡെസ്ക് 24.